ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ആയിട്ട് നല്ല ആഘോഷ പരിപാടിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ വ്ളോഗാണ്. വലിയതായിട്ടൊന്നുമല്ല, നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ ഇതേ എങ്ങനെ പോകുന്നു. ഞാനും വീട്ടിൽ വന്നു. അപ്പോൾ കുറേ ദിവസമായി വീട്ടിൽ വന്നിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പം ഇന്നെന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. രാവിലെ ആയിരുന്നു ഒന്ന് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നിട്ട് ഞാനും എൻ്റെ കിച്ചൂട്ടനും കുറേ പരിപാടിയായിരുന്നു. ആളിവിടെ തന്നെ ഉണ്ട്. കിച്ചൂട്ട എങ്ങ് വന്നേ, വായോ. എവിടെ ദേ കണ്ടോ? എല്ലാവർക്കും ഹായ് പറ. എല്ലാവർക്കും ഹായ് പറഞ്ഞു. അയ്യോടാ, ആളെന്താ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നതിൻ്റെ ക്ഷീണം വന്നു തോന്നുന്നു കേട്ടോ. കാരണം ആൾക്ക് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് നടക്കാൻ പോണ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പയ്യെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ എടാ ഇങ്ങ് വന്നേടാ, നീ ഇങ്ങ് വന്നേ, ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇതേ കണ്ടോ, കുറേ പേര് ചോദിച്ചു കിച്ചോട്ടൻ പാവമാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പാവയൊക്കെയാണ്, പക്ഷെ കുരുത്തക്കേടിന് കൈയും കോലും വെച്ച് മൂന്നല് കണ്ടോ. ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. അത് കണ്ട, ഞാൻ കുറേ നേരമായിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. ഈ വൃത്തിയിട്ടവരെ കൊണ്ട് ഞാൻ തോറ്റ്. ചെറുപ്പം മുതൽ ഞാൻ ചീത്തയാക്കണേ അമ്മയുടെ ഒരു പരാതി. കണ്ടോ, ഇനി കൈ മാത്രമേ ഉള്ളൂ, നോക്ക്. ചെറുപ്പം ഭയങ്കര വഷളന കേട്ടോ, ഭയങ്കര വഷളന. എൻ്റെ കൊച്ചു ഭയങ്കര വഷളന. ഇനി അമ്മ അകത്ത് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെൻ്റെ കൊച്ചിന് നോക്കണം, ദോശ വേണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപദ്രവിക്കും. ഭയങ്കര ഇഷ്ടം കേട്ടോ അവനെ ഉപദ്രവിക്കാനായിട്ട്. ഇവിടെ ഈ കുരങ്ങനുണ്ട്. അപ്പോൾ ഈ കുരങ്ങൻ വരുമ്പോൾ ഇവനിങ്ങനെ നോക്കും. ഭയങ്കരമായിട്ട് കുരങ്ങൻ ഈ കൊക്കോക്ക എല്ലാം പറിച്ചുകൊണ്ട് പോകും. അതാണ് പ്രശ്നം ഗൈസ്. എത്രയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി ആയാലും നമ്മൾ പട്ടിയുടെ ഉമിനീര് കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ പട്ടിയെ തൊട്ടതിന് ശേഷം, അതായത് ഇങ്ങനെ ഫുഡ് അതൊക്കെ കൊടുത്തതിന് ശേഷം ഉപയോഗിച്ച് കൈ നല്ല രീതിക്ക് വാഷ് ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കൈ വാഷ് ചെയ്യാനൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഡേഞ്ചറാണ്. ഡോഗ്സ് എത്ര നമ്മുടെ ഇതായാലും പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്പോഴായാലും ഞങ്ങളുടെ കിച്ചൂട്ടിനെ ഞങ്ങൾ അത്ര ഇതായിട്ടാണ് നോക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവനെ തൊട്ടെന്നല്ല, ഇങ്ങനെ അവൻ ഈ ഉമ്മ വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സോപ്പിട്ട് കൈ കഴുകുക. ഗൈസ്, അടുത്തത് നടക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇവിടെ ഈ ആശാൻ ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നേ. അപ്പോൾ ദേ ഇത് കണ്ടോ, ആദ്യമേ തന്നെ ചാടി നിൽക്കും. ഇതുപോലെ കണ്ടോ, ഇതുപോലെ അങ്ങ് ചാടി നിൽക്കും പോവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വലിയ മൈൻഡ് ചെയ്യാറില്ല. അവൻ ഇത്തിരി ചാടയൊക്കെ കാണിച്ചാലേ അവൻ നമ്മളെ മൈൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ മൈൻഡൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് കണ്ടോ, ഉന്തി തള്ളി കയറി വരും. എന്നിട്ട് ഇത് ഗീസ് അങ്ങനെ വേഗം അവൻ താഴെ എത്തിയേ. അത് കഴിഞ്ഞ് അവൻ്റെ ഫേവറേറ്റ് ഒരു പ്ലേസ് ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കുവേ. എന്നിട്ട് ആ മലമുകളിലേക്ക് നോക്കി ഒരു നിൽക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നോക്കി കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ഓൾ. ഡാ വാ പോവാം വീട്ടിലേക്ക്, വാ.